അരുണ ഞാൻ മിക്കവാറും എല്ലാ ആശുപത്രികളും ഞാൻ നേരിട്ട് സന്ദർശിച്ചു. ആരോഗ്യമന്ത്രിയായിരുന്ന ആളുടെ മണ്ഡലത്തിൽ പോലും നല്ലൊരു മുറിവുണ്ടായാൽ തുന്നിക്കെട്ടാൻ പോലുമുള്ള സൗകര്യമില്ല, ഡോക്ടർമാരില്ല. ഞാനൊരു ഹോസ്പിറ്റലിൽ പോയ സമയത്ത് പറഞ്ഞത് 22 ഡോക്ടർമാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളത് 1.5 ഡോക്ടർ എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ 1.5യുടെ കണക്കെന്താ? അത് ഒരാളുണ്ട് ഉറപ്പായിട്ടും, ഒരു ഡോക്ടർ വന്നു പോകും, അതുകൊണ്ട് 1.5 ഡോക്ടർ എന്നാണ് തമാശ രൂപത്തിൽ പറഞ്ഞത്. പക്ഷേ ഭയങ്കര മോശമാണ്. ആളുകൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കോഴിക്കോടിനെയും മറ്റ് ജില്ലകളൊക്കെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടാണ്. വടകരയെ മുഖച്ഛായ മാറ്റുമെന്നതാണ് വടകരയിലെ വോട്ടർമാർക്ക് കൊടുക്കുന്ന മോദിയുടെ ഉറപ്പിനുള്ളിൽ കൊടുക്കുന്നത്. ഉറപ്പായിട്ടും അതിന് ഒറ്റ കാര്യം, വടകരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ, വടകരയുടെ ടൂറിസം സാധ്യതകൾ അനന്തമാണ്. ഇതുവരെ അത് ആരും ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഗോവ മുഴുവൻ നിലനിൽക്കുന്നത് ഗോവയുടെ ടൂറിസത്തിന് മാത്രമാണ്, തീരദേശം കൊണ്ട് മാത്രമാണ്. നിങ്ങൾ നോക്ക്, കൊയിലാണ്ടി കാപ്പാട് ബീച്ച്, അത് കഴിഞ്ഞാൽ കൊയിലാണ്ടി ബീച്ച്, തിക്കോടി ഡ്രൈവിംഗ് ബീച്ചുണ്ട്, അത് കഴിഞ്ഞാൽ പയ്യോളി ബീച്ചുണ്ട്, അത് കഴിഞ്ഞാൽ ഭയങ്കര സുന്ദരമായിട്ടുള്ള മിനി ഗോവയുണ്ട്, അത് കഴിഞ്ഞാൽ വടകര സാൻഡ് ബാൻസ് ഉണ്ട്, തലശ്ശേരി ബീച്ചുണ്ട്. ഈ ബീച്ചുകളെ മാത്രം ഒന്ന് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം സർക്യൂട്ട് ഉണ്ടാക്കിയാണ്ടല്ലോ, ഗോവയേക്കാൾ വലിയ ടൂറിസം സാധ്യത വടകരയിലുണ്ട്. ലോകം മുഴുവൻ വടകരയിലേക്ക് ഒഴുകിയെത്തും. പ്രഫുൽ സംസാരിക്കുന്നത് പോസിറ്റീവ് പോളിറ്റിക്സ് ആണ്. ജനങ്ങളോട് വടകരയിലെ വികസനത്തിന്റെ, വടകരയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധനം ഉണ്ടാക്കുന്നതിന്റെ, ബീച്ചുകളിൽ ടൂറിസം വരേണ്ടതിനെ കുറിച്ച്, ബസ് സ്റ്റാൻഡുകൾ മാറേണ്ടതിനെ കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ വടകരയിലെയും കുറ്റ്യാടിയിലെയും നാദാപുരത്തെയും ഒക്കെ വോട്ടർമാർ മോദിയുടെ ഈ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം, നമ്പർ 1. നമ്പർ 2, ഇതൊരു ന്യൂനപക്ഷ മേഖല കൂടിയാണ്. കാരണം ചില മേഖലകൾ, 3 മണ്ഡലങ്ങളിൽ കുറ്റ്യാടി, നാദാപുരത്തൊക്കെ മുസ്ലിം വോട്ടർമാർ കൂടുതലുള്ള മേഖലയാണ്. അപ്പോൾ പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങൾ, നമ്മൾ അതിൻ്റെ ആഴത്തുള്ള ചർച്ചയിലേക്ക് പോകുന്നില്ല എങ്കിൽ പോലും ആ വിഷയങ്ങൾ വരുമ്പോൾ അതെങ്ങനെയാണ് ഈ പ്രചരണത്തെ ബാധിക്കുന്നത്? നേരിട്ട് കിട്ടുന്ന ഒരു പൾസ് എന്താണ്? നോക്കൂ, പൗരത്വ ഭേദഗതിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കാനുള്ള ശ്രമം 2 മുന്നണികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മേഖലകളിൽ അങ്ങ് പറഞ്ഞ പോലെ ന്യൂനപക്ഷ സമുദായങ്ങൾ, സഹോദരങ്ങൾ കൂടുതലുള്ള മേഖലകളാണ്. അവിടെ നൈറ്റ് മാർച്ചുകൾ സംഘടിപ്പിക്കുന്നു, വല്ലാത്ത രീതിയിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നു. പക്ഷേ നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് പൗരത്വ ഭേദഗതിയെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ, ന്യൂനപക്ഷ സഹോദരങ്ങൾ, അവർക്ക് ആശങ്കകൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം നോക്കൂ, വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാം തന്നെ. ഞങ്ങളിപ്പോൾ ഈ പെരുന്നാളിന്, ഞാനിപ്പോൾ കയറി വരുമ്പോഴും പെരുന്നാൾ ആശംസകൾ പറഞ്ഞിട്ടാണ് ഞാൻ കയറി വന്നത്. നമുക്ക് പെരുന്നാളിന് ഞാൻ ശീലിച്ചു വന്നത് സുബൈദ താത്തയുടെ വീട്ടിലേക്ക് ഞങ്ങൾ വിളിക്കാതെ തന്നെ കയറി ചെന്ന് പെരുന്നാളിന് ബിരിയാണി കഴിക്കാനും നോമ്പ് തുറക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള ആളുകളാണ് ഞങ്ങൾ. അവരതേപോലെ വിഷുവിനും ഓണത്തിനും ഒക്കെ ഞങ്ങളെ വീട്ടിലേക്ക് വരും. വളരെ മതസൗഹാർദ്ദപരമായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ അത്തരം സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. അവർക്കറിയാം, ഇപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു, പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരൊറ്റ മുസ്ലിം സഹോദരന്റെയും പൗരത്വം ഇല്ലാതാക്കാനുള്ളതല്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ സംശയം എന്താ, ഞാൻ അവരുടെ കൂടെ ഉണ്ടാകും. ഇന്ത്യയിൽ നിന്ന് ഒരാളെയും മാറ്റി ഓടിക്കാനുള്ളതല്ല, അതിനുവേണ്ടിയുള്ളതല്ലല്ലോ നിയമം. അതുകൊണ്ട് ഇതിനെപ്പറ്റി പഠിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കിയവർക്ക് അത്തരത്തിലുള്ള ആശങ്കകളില്ല എന്നുള്ളതാണ്. പ്രചരണങ്ങളിൽ പെട്ടുപോയവർക്ക്, ആ പ്രചരണങ്ങളിൽ വിശ്വസിക്കുന്നവർ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? നോക്കൂ, സ്വാഭാവികം ഒരു ഹോസ്റ്റലായിരിക്കുമല്ലോ, കയറി ചെല്ലുന്ന സമയത്ത് ഞങ്ങളുടെ പൗരത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി എന്നൊരു ധാരണ അവർക്കുണ്ടാവും. അങ്ങനെയല്ല, പൗരത്വ നിയമ ഭേദഗതി അസച്ച് അങ്ങനെയല്ല. അതിനകത്ത് പിന്നെ NPR-ഉം NRC ഒക്കെ വരുമ്പോൾ മാത്രമാണ് അത് അപകടകരമായി തീരുന്നത്. ഈ ഘട്ടത്തിലുള്ളത് മൈഗ്രേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ആളുകളെ കുറിച്ചുള്ളതാണ്. പക്ഷെ അങ്ങനെ ആകുമ്പോഴും സാധാരണ വോട്ടർമാരുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ആശങ്ക നേരിട്ട് ചില ആളുകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പൗരത്വം ഇല്ലാതാക്കുന്നവരല്ലേ, അവരോട് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് ആശങ്കകൾ പൂർണ്ണമായിട്ട് കേൾക്കാൻ തയ്യാറാണ്. ദൂരീകരിക്കുന്ന സമയത്ത് ആ ആശങ്കകൾ ഇല്ലാതെ വളരെ നല്ല രീതിയിലാണ് പിരിയുന്നത്. ഇപ്പൊ ആശങ്ക വടകര മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ് അതിന് സത്യം. ഒരു കോംപ്ലിക്കേഷൻ ഇപ്പം പൗരത്വ ഭേദഗതിയുമായിട്ടില്ല. ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, ഒരാളുടെ പൗരത്വം പോലും നഷ്ടപ്പെടില്ല. ഞാൻ നോക്കൂ, ഞങ്ങളുടെ പാർട്ടി, ഞാൻ പലരോട് സംസാരിക്കും, ഞങ്ങളുടെ പാർട്ടി ഏറ്റവും കൂടുതൽ മുസ്ലിം സഹോദരങ്ങളുടെ പാർട്ടിയാണ്, ലോകത്തെ ഏറ്റവും വലിയ പാർട്ടിയല്ലേ ഞങ്ങളുടെ പാർട്ടി. എത്ര മുസ്ലിം സഹോദരങ്ങളുടെ നോക്കൂ അരുണേ, ഞങ്ങൾ ഇപ്പം നമ്മൾ കേരളത്തിലെടുക്കുക, നമ്മളെ AP അബ്ദുള്ളക്കുട്ടി ഞങ്ങളുടെ നാഷണൽ വൈസ് പ്രസിഡന്റാണ്. ഇപ്പൊ മത്സരിക്കുന്ന അബ്ദുൽസലാം സാറ്, അദ്ദേഹം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പരിവേഷം കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാ ജനവിഭാഗങ്ങളെയും സ്വീകരിക്കുന്ന, ചേർത്ത് നിർത്തുന്ന പാർട്ടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി.